ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ KS രാജേന്ദ്രൻ മാസ്റ്റർ. മൂലം, പൂരാടം, ഉത്രാടം, കാല് എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന ധനുക്കൂറുകാർക്ക് ചിങ്ങത്തിന്റെ അവസാന ബോധിയിലുള്ള അനുഭവം എന്താണെന്ന് പരിശോധിക്കാം. ആദ്യമായി ഗ്രഹസ്ഥിതി നോക്കാം. വ്യാഴം മിഥുനൻ രാശിയിലും ശനി മീനൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു. ശുക്രൻ 29-ാം തീയതി വരെ കർക്കിടകം രാശിയിലും അതിനുശേഷം ചിങ്ങൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു. സൂര്യൻ ചിങ്ങൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. ബുധൻ ചിങ്ങൻ രാശിയിലും 30-ാം തീയതി മുതൽ കന്നി രാശിയിലും സ്ഥിതി ചെയ്യുന്നു. രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു. ചൊവ്വ കന്നി രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. ഇതാണ് പ്രധാന ഗ്രഹസ്ഥിതി. ധനുക്കൂറുകാർക്ക് വ്യാഴം 7-ാം ഭാവത്തിലാണ് ചാരവശാൽ സ്ഥിതി ചെയ്യുന്നത്. ചാരവശാൽ 7-ാം ഭാവത്തിലെ വ്യാഴം ഈ കൂറുകാർക്ക് അനുകൂലമായ ഫലങ്ങളാണ് നൽകുന്നത്. അതുപോലെ 8-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രനും 29-ാം തീയതി മുതൽ 9-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രനും അനുകൂല ഫലങ്ങളാണ് ഈ കൂറുകാർക്ക് നൽകുന്നത്. 10-ാം ഭാവത്തിലെ ചൊവ്വയും കാര്യമായ ദോഷമൊന്നും ഈ കൂറുകാർക്ക് നൽകുന്നതല്ല, ധാരാളം ഗുണഫലങ്ങൾ നൽകുകയും ചെയ്യും. 30-ാം തീയതി മുതൽ 10-ാം ഭാവത്തിലേക്ക് മാറുന്ന ബുധനും അനുകൂല ഫലങ്ങളാണ് നൽകുന്നത്. അങ്ങനെ ഏതാണ്ട് പകുതിയിലധികം ഗ്രഹങ്ങൾ അനുകൂലമായിട്ടാണ് ഈ കൂറുകാർക്ക് ചിങ്ങത്തിന്റെ അവസാന പകുതിയിൽ സ്ഥിതി ചെയ്യുന്നത്. ബുദ്ധിപരമായ വലിയ ഉണർവും അതുപോലെ നിപുണതയും ഈ കൂറിൽ ജനിച്ചവർക്ക് ചിങ്ങത്തിന്റെ അവസാന പകുതിയിൽ അനുഭവപ്പെടും. അതുപോലെ വാക്കുകൾ കൊണ്ടും ഇവർക്ക് വലിയ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ, മറ്റുള്ളവർക്ക് പരിപൂർണമായി തൃപ്തിപ്പെടുന്ന രീതിയിൽ സംസാരിച്ച് അവരെ പ്രീതിപ്പെടുത്തുന്നതിനും അവരിൽ അനുകൂലമായ നിലപാട് രൂപപ്പെടുത്തുന്നതിനും ഈ കൂറുകാർക്ക് സാധിക്കും. ഇതിലൂടെ വലിയ വിജയങ്ങളാണ് ഈ കൂറുകാർക്ക് ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. തങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുവാൻ ഈ കൂറുകാർക്ക് കഴിയുന്നതാണ്. ഏത് മേഖലയിൽ കൈവച്ചാലും അവിടെയെല്ലാം വലിയ വിജയങ്ങൾ നേടാൻ കഴിയുന്നതാണ്. കർമ്മരംഗത്ത് പുതിയ പുതിയ മേഖലകൾ കണ്ടെത്തുകയും അവിടെ എല്ലാം വലിയ വിജയങ്ങൾ നേടുകയും ചെയ്യും. ഇതുവരെ വളരെ ശോചനീയമായ രീതിയിൽ പ്രവർത്തിച്ചു പോന്നിരുന്ന കർമ്മമേഖല വലിയ ഉണർവും ഉന്മേഷവും കാട്ടുകയും അതിൽ നിന്നും വലിയ സാമ്പത്തിക നേട്ടം കൈവരുന്നതുമാണ്. തങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും സാധിച്ചെടുക്കുവാൻ ഈ കൂറുകാർക്ക് കഴിയും. വളരെ പെട്ടെന്ന് തന്നെ തങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കും. അതുപോലെ തന്നെ ഈ കൂറുകാർക്ക് വലിയ ഒരു സ്ഥാനമാറ്റവും സംഭവിക്കാൻ പോവുകയാണ്. വലിയ ഉയർച്ചയിലേക്ക് ഇവർ എത്തപ്പെടും. ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് വലിയ മാറ്റമാണ് സംഭവിക്കുന്നത്. തങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ജീവിത നിലവാരത്തിലേക്ക് ഇവർ ഉയരുന്നതാണ്. ഇപ്പോഴത്തെ സ്ഥാനത്തു നിന്നും മാറി കൂടുതൽ അധികാരവും അംഗീകാരവും നേടുവാൻ കഴിയുന്ന സ്ഥാനങ്ങളിലേക്ക് എത്തും. സർക്കാർ ജീവനക്കാർക്കും അതുപോലെ മറ്റ് ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ തങ്ങളുടെ കർമ്മമണ്ഡലത്തിൽ കൂടുതൽ അംഗീകാരം നേടുവാൻ അവസരമുണ്ടാകും. ഉയർന്ന തസ്തികയിലേക്ക് പ്രമോഷൻ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തങ്ങളുടെ ആഗ്രഹപ്രകാരം കർമ്മരംഗം തിരഞ്ഞെടുക്കുവാനും അവിടെയൊക്കെ ഉയർന്ന നിലയിൽ വിജയിക്കുവാനും സാധിക്കുന്നതാണ്. വളരെ കാലമായി സ്ഥലം മാറ്റമൊക്കെ ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ്. അതുപോലെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉദ്യോഗത്തിന് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും. കുട്ടികൾക്കും യുവാക്കൾക്കും അനുകൂല സമയമാണ്. തങ്ങൾ ആഗ്രഹിച്ചതുപോലുള്ള വിദ്യാഭ്യാസം പൂർത്തീകരിക്കുവാൻ അവർക്ക് അവസരം ലഭിക്കും. അതുപോലെ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി ലഭിക്കാനുള്ള യോഗവും ഈ ചിങ്ങത്തിന്റെ അവസാന പകുതിയിൽ കാണുന്നുണ്ട്. ബുദ്ധി സാമർഥ്യവും അതുപോലെ കർമ്മകുശലതയും ഈ കൂറുകാർക്ക് വളരെ പ്രകടിപ്പിക്കുവാൻ
ഈ ചിങ്ങത്തിന്റെ അവസാന പകുതിയിൽ അവസരം ലഭിക്കും. സാമ്പത്തികമായ വലിയ ഉയർച്ച ഈ കുറുകാർക്ക് ഉണ്ടാകുന്നതാണ്. സാമ്പത്തികമായി പരാധീനത അനുഭവിച്ചവർക്ക് അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്നതും തങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നതുമാണ്. എല്ലാ മേഖലയിൽ നിന്നും സാമ്പത്തികമായ നേട്ടം വന്നുചേരും. തങ്ങൾക്ക് ലഭിക്കാനുള്ള കടം കൊടുത്ത തുകകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ വലിയ പ്രയത്നങ്ങൾ കൂടാതെ തന്നെ തിരിച്ചു കിട്ടും. അതുപോലെ ഇൻഷുറൻസ് സംബന്ധമായോ അല്ലെങ്കിൽ ചിട്ടി സംബന്ധമായോ ഒക്കെ കിട്ടുവാനുള്ള തുക ഉടൻ തന്നെ ഇവർക്ക് ലഭിക്കുന്നതാണ്. സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നോ ഒക്കെ ലഭിക്കാനുള്ള സാമ്പത്തികമായ സഹായങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഇവർക്ക് ലഭിക്കും. ദാമ്പത്യ സുഖവും ഈ കുറുകാർക്ക് ചിങ്ങം അവസാന പകുതിയിൽ കൂടുതലായി അനുഭവപ്പെടും. വിവാഹം കഴിക്കുവാൻ ആഗ്രഹിച്ച് അത് സാധിക്കാതെ നിരാശപ്പെട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് വളരെ അനുകൂലമായ സമയമാണ് ചിങ്ങത്തിന്റെ അവസാന പകുതി. അതുപോലെ തന്നെ വേർപിരിഞ്ഞ ദമ്പതിമാർക്ക് വീണ്ടും യോജിക്കുന്നതിനും ദാമ്പത്യ ജീവിതം കൂടുതൽ ദൃഢമായി കൊണ്ടുപോകുന്നതിനും അവസരമുണ്ടാവും. സ്ത്രീ സുഖം വളരെയേറെ വർദ്ധിക്കും. ധാരാളം ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരമാണ് വരാൻ പോകുന്നത്. ആധുനിക രീതിയിലുള്ള ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലീകരിക്കുവാൻ യോഗമുണ്ടാവും. അതുപോലെ സുഗന്ധദ്രവ്യങ്ങളുടെയും ആഡംബര വസ്തുക്കളുടെയും ഒക്കെ നേട്ടം ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മാനസികമായി വലിയ ഉന്മേഷവും സന്തോഷവും ഈ കുറുകാർക്ക് വളരെ അനുഭവപ്പെടും. ഇതുവരെ രോഗദുരിതങ്ങളിൽപ്പെട്ട് ബുദ്ധിമുട്ടിയവർക്ക് അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്നതും വലിയ ഉന്മേഷവും ഉണർവും അനുഭവപ്പെടുന്നതുമാണ്. മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതി കൈവരും. ചികിത്സയ്ക്കായി ചിലവാക്കിയിരുന്ന വലിയ തുകകളൊക്കെ ലാഭിക്കുവാനും സാമ്പത്തികമായ ഭദ്രത കൈവരുത്തുവാനും ഇവർക്ക് സാധിക്കുന്നതാണ്. ബഹുവിധത്തിലുള്ള സുഖം ഈ കുറുകാർക്ക് ചിങ്ങത്തിന്റെ അവസാന പകുതിയിൽ അനുഭവിക്കാൻ ഇടവരും. സന്താനങ്ങളെ ഓർത്തോ അല്ലെങ്കിൽ വീടിന്റെ കാര്യത്തിലോ വസ്തു വാങ്ങുന്ന കാര്യത്തിലോ ഒക്കെ വിഷമങ്ങൾ അനുഭവിച്ചവർക്ക് അതെല്ലാം മാറി തങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുവാൻ ഇടവരും. ബന്ധുജനങ്ങളുമായി ഒന്നിച്ചു ചേരുവാനുള്ള അവസരമുണ്ടാകും. കുടുംബത്തിൽ വലിയ സന്തോഷവും ഐക്യവും അനുഭവപ്പെടും. സാമ്പത്തികമായ ഉയർച്ച ഇവരെ വലിയ ഒരു നിലയിലേക്ക് എത്തിക്കും. ശത്രുക്കൾ മൂലം ഉണ്ടായിരുന്ന ദുരിതങ്ങളൊക്കെ ഇല്ലാതാകും. ശത്രുക്കളായി പ്രവർത്തിച്ചവരൊക്കെ ഇവരുടെ മിത്രങ്ങളായി മാറുന്ന ഒരു കാലഘട്ടമാണ് ചിങ്ങത്തിന്റെ അവസാന പകുതി. ശത്രുദോഷം ഇല്ലാതാകുന്നതോടുകൂടി മാനസികമായ വലിയ ഉന്മേഷവും ഉണർവും ഒക്കെ അനുഭവപ്പെടും. ബന്ധുബലത്തില് സാമൂഹികമായി വലിയ മുന്നേറ്റം നടത്തുവാൻ ഇവർക്ക് ഇടവരും. മറ്റുള്ളവരുടെ പ്രശംസയും അംഗീകാരവും ഒക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് അവസരമുണ്ടാകും. അഭീഷ്ട കാര്യസിദ്ധി ഈ കുറുകാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ദീർഘകാലമായി തങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വിഘ്നങ്ങളില്ലാതെ തടസ്സങ്ങളില്ലാതെ അനുഭവിക്കുവാൻ യോഗമുണ്ടാകുന്നതാണ്. മക്കളുടെ വിവാഹ കാര്യത്തിലും സ്വന്തമായി ഒരു വീട് ഉണ്ടാക്കുന്ന കാര്യത്തിലും വാഹനം വാങ്ങിക്കുന്ന കാര്യത്തിലും ഒക്കെ ആഗ്രഹമുള്ളവർക്ക് അത് സാധിക്കുവാൻ അനുയോജ്യമായ സമയമാണ്. ബഹുവിധത്തിലുള്ള ധനാഗമമാണ് ഈ കുറുകാർക്ക് വരാൻ പോകുന്നത്. കർമ്മമേഖല വികസിപ്പിക്കുവാൻ അവസരം ലഭിക്കും. വിവിധ മേഖലയിൽ നിന്നും സമ്പത്തിന്റെ കുത്തൊഴുക്കാണ് ഈ കുറുകാരെ കാത്തിരിക്കുന്നത്. അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. ധനധാന്യാദികളുടെ ലാഭം ഈ കുറുകാർക്ക് അനുഭവപ്പെടും. കൃഷിയും കച്ചവടവും ചെയ്യുന്നവർക്ക് അനുകൂലമായ സമയമാണ്. എന്നാൽ 9ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യനും ബുധനും അതുപോലെ 4ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനിയും 9ൽ സ്ഥിതി ചെയ്യുന്ന കേതുവും ഈ കുറുകാർക്ക് ഗുണഫലങ്ങളല്ല നൽകുന്നത്. 4ാം ഭാവത്തിലെ ശനി ഭാര്യാവിരഹവും അന്യദേശവാസവും കുടുംബകലഹവും ധനനാശവും ഒക്കെ വരുത്തി വയ്ക്കുന്നതാണെങ്കിലും വക്രഗതിയിലുള്ള ശനി ഈ കുറുകാർക്ക് ദോഷഫലങ്ങളൊന്നും ചെയ്യുന്നതല്ല. അതുകൊണ്ട് തന്നെ ചില ഗുണഫലങ്ങളൊക്കെ ഈ 4ാം ഭാവത്തിലെ ശനിയെ കൊണ്ട് അനുഭവിക്കാൻ ഇടവരും. ചില പ്രവൃത്തികളിലൊക്കെ
പരാജയമുണ്ടാകുവാൻ സാധ്യത ഉണ്ട്. അതുപോലെ അന്യദേശ ഗമനത്തിനും മറ്റുള്ളവരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാനും ചില ആപത്തുകളൊക്കെ സംഭവിക്കാനും സാധ്യത ഉള്ളതിനാൽ വളരെ കരുതലോടെയും ശ്രദ്ധയോടെയും വേണം മുന്നോട്ട് നീങ്ങുവാൻ. ഈ ചെറിയ ചെറിയ ദോഷങ്ങൾ മാറുന്നതിനായി മഹാദേവന് ധാര കഴിക്കുന്നതും മഹാവിഷ്ണുവിന് പാൽപായസം കഴിക്കുന്നതും അതുപോലെ ഗണപതിക്ക് കറുകമാല ചാർത്തുന്നതും വളരെ ഉത്തമമാണ്. തങ്ങളുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി പരിശോധിച്ച് ദോഷങ്ങൾ കാണുകയാണെങ്കിൽ അതിന് പരിഹാരം ചെയ്താൽ ഗുണഫലങ്ങൾ പൂർണ്ണമായി അനുഭവത്തിൽ വരുന്നതിനും ദോഷഫലങ്ങൾ കാര്യമായിട്ട് അനുഭവപ്പെടാതിരിക്കുന്നതിനും സഹായിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക.